സ്പെഷ്യൽ ടേസ്റ്റ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ എളുപ്പമാക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചൈനയിൽ നിന്ന് തന്നെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് മേടിച്ച ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുമ്പ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ പേര് സ്പൈസി ചില്ലി ക്രിസ്പ് എന്നാണ് കേട്ടോ. ആക്ച്വലി ഇത് ചൈന പ്രോഡക്റ്റാണ്. അവരുടെ കുറേ മസാലകളൊക്കെ ചേർത്തിട്ട് വെജിറ്റബിൾ ഓയിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ സ്പൈസി ഓയിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ 2 മുട്ട അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറ്റും പാത്രത്തിൽ ചോറും കൂടി വെച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കും. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ സ്പെഷ്യൽ മസാലയായിട്ടും കൂടി ഈ ചില്ലി ഓയിൽ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ എഗ് ബൗളാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ എഗ് ബൗൾ കണ്ടിട്ട് വളരെ വിചിത്രമായിട്ട് തോന്നാം. ഒരിടയ്ക്ക് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. മീഷോന്ന് ഇത് മൊത്തത്തിൽ മേടിച്ചതൊന്നുമല്ല കേട്ടോ. അതിൻ്റെ താഴെ ഇരിക്കുന്ന ബ്ലാക്ക് ഉണ്ടല്ലോ, അതാണ് എഗ് ബൗൾ. അതിൻ്റെ മേലെ വെച്ചത് ടെഡിയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നൊരു ചെറിയ ടെഡി അതിന് മാച്ചായപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു വലിയ ടെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിച്ചണിൽ വെറുതെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ആ ടെഡിയെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ച്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ ടെഡി ഇതിലിങ്ങനെ വരാറുണ്ട് കേട്ടോ. അതിനെപ്പറ്റി പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അതെന്താ അങ്ങനെയൊക്കെയെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം അതങ്ങനെ ഇരിക്കും. പിന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്ന എഗ് ബൗൾ ഉണ്ടല്ലോ, അത് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഈ കിളിക്കൂട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഇല്ല, അത് വെച്ചിട്ട് ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ വെച്ചേക്കണ്ട കേട്ടോ. തനി ഒരു കോഴിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മേടിച്ചിട്ട് ഏകദേശം 1 വർഷത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ മീഷോയിലൊക്കെ. പിന്നെ അതിനുശേഷം കുറേ മോഡൽസ്, ഒത്തിരി വെറൈറ്റീസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു മീഷോ, ഫ്ലിപ്കാർട്ടിലൊക്കെ. അതായത് ഒറിജിനൽ കോഴീനൊക്കെ എടുത്ത് വെക്കുന്ന രീതിയിലുള്ള ഒത്തിരി ബൗൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനെ അപേക്ഷിച്ച് ഇതാണ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ എറിഞ്ഞാലും തല്ലിയാലും പൊട്ടിച്ചാലും ഒരു കംപ്ലൈൻറ്റും പറ്റില്ല. അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ഐറ്റംസ് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളൂ. 3 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെയാണ് കേട്ടോ. ഇത് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു കല്ലെടുത്തിട്ട് അതിലിട്ട് ഇങ്ങനെ ചതയ്ക്കും. ചതച്ചെടുത്താലാണ് പ്രോപ്പറായിട്ട് അതിൻ്റെ നീരൊക്കെ. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് അത് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചിരിക്കുന്ന ചില്ലി ഓയിൽ ഉണ്ടല്ലോ, 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. ഏകദേശം അതിനൊരു 300 സംതിങ്, അതായത് 380 സംതിങ് എന്തോ റേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഓൺലൈനിലൊന്ന് തപ്പി നോക്കട്ടെ. ഞാനിപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ 308 സംതിങ് അങ്ങനെ ആ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ പാസ്ത അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇതിൽ കുറേ ഐറ്റംസ് ഇവർ ചേർത്തിട്ടുണ്ട്. കുറേ ഫ്ലേവറബിൾ ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെജിറ്റബിൾ ഓയിൽ കുക്ക് ചെയ്ത് എടുക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും ഇങ്ങനെ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ചൈന പ്രോഡക്റ്റാണ്. അവരുടേതായ സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്താണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ലടാ, ഞാനിത് ഓൺലൈനിൽ തപ്പിയപ്പോൾ ഇതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് അതിൽ കിടക്കുന്നുണ്ട്. ജിഞ്ചർ, ഗാർലിക് അങ്ങനെ സെപ്പറേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഒത്തിരി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിയിട്ട് മേടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുത്തല്ലോ, അതും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചേർത്തത് പാലാണ് കേട്ടോ. ഈ പാല്, അതായത് പശുവിൻ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഞാനിപ്പോൾ ഈ മസാല ചേർക്കണതിന് മുമ്പൊക്കെ ഞാൻ ഇവിടെ മുട്ട പൊരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പാല് ചേർക്കും. പാൽ ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു ചെറിയ ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കലാണ് കേട്ടോ. നമ്മുടെ സ്പൈസി ചില്ലി ക്രിസ്പ് ആഡ് ചെയ്യണ ഒരു ടൈമാണ് ഇത്. ആക്ച്വലി കുക്ക് ചെയ്യണ സമയത്ത് നമ്മൾ പാനിലാണ് മുട്ട പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ പാനിലൊന്ന് ജസ്റ്റ്, അതായത് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കില്ലേ, ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊരിച്ച് കഴിയണ സമയത്ത് ആ പൊരിക്കണതിൻ്റെ മേലെ, അതായത് മുട്ടയുടെ മേലെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലാണ്ട് ഡയറക്റ്റ് നമ്മളിത് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ ഒരു ഐറ്റം അല്ല. അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കൂലേ, ആ സമയത്ത് ആ വെജിറ്റബിൾ ഓയിലിന് പകരം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അത്രയും പാക്കറ്റൊക്കെ നല്ല സൂപ്പർ കണ്ടീഷനിലൊക്കെയാണ് വന്നേക്കണേ. അങ്ങനെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇതിൻ്റെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വാരി കഴിച്ചാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഏകദേശം ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ, ആ ഒരു ടെക്സ്ചറിലാട്ടോ ഇത് ഇരിക്കുന്നത്. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളിത് യൂസ് ചെയ്യാത്തവർ എന്തായാലും ഒരു ചെറിയ പാക്കറ്റൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ള ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു 250 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ. ഒരു ടെസ്റ്റ് എന്ന നിലയിൽ ചെറുതായിട്ടൊന്ന് മേടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം, നമ്മൾ ആവശ്യത്തിന് എടുക്കുമല്ലോ, അത് എടുത്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് അടപ്പൊക്കെ അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കേടായി പോകും. ഇത് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് പാനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുട്ടയിൽ ഞാൻ ഇത് ചേർക്കുന്നില്ല. മുട്ടയിൽ ചേർക്കേണ്ട കാര്യമല്ല.
ഇത് വെജിറ്റബിൾ ഓയിലിന് പകരം ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മുട്ട അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ടെസ്റ്റ് എന്നുള്ള നിലയിൽ ചെറിയൊരു കുക്കിംഗ് പരീക്ഷണം നടത്തി നോക്കിയതാണ് കേട്ടോ. അതും മുട്ടയാകുമ്പോൾ നമുക്ക് സിമ്പിളാണല്ലോ, അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ വയ്ക്കുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാം. അതുമാത്രമല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചേർത്ത് നോക്കാട്ടോ, എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ അപ്പം അറിയാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ. നിങ്ങൾ പാക്കറ്റൊക്കെ പൊടിച്ചതൊക്കെ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദേ ഇങ്ങനെ മുട്ട പൊരിക്കലാണ് കേട്ടോ. അപ്പം ദേ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചില്ലി ഓയിൽ എടുത്തിട്ട് പാനിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഫസ്റ്റ് ലെയർ പോലെ ഇങ്ങനെ തൂത്ത് കിടക്കാം, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട പൊരിക്കാം. പിന്നെ മുട്ട പൊരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെ വേണമെങ്കിൽ ഈ ചില്ലി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് പിന്നെ ഫസ്റ്റ് ലെയറിൽ തന്നെ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒന്നും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ചോറ്റും പാത്രത്തിൽ ചോറാട്ടോ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ ചോറ്റും പാത്രത്തിലൊക്കെ ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ടൊക്കെ ഈ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയതാണ്. അതിനുശേഷം അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഫീലോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ചോറ്റും പാത്രത്തിലെ ചോറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ വലിയ കാര്യമായിട്ട് കറികളൊന്നുമില്ല. അതേ നോൺ വെജായിട്ട് ഈ മുട്ട പൊരിച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം വെജിറ്റേറിയൻ കറികളാണ്, എൻ്റെ തട്ടിക്കൂട്ട് കറികളാണ്. അതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ മുട്ട പൊരിക്കലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം കുക്കായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുറച്ചും കൂടി കുക്കായി വരാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതൊന്ന് കുക്കായി വരാനായിട്ട്. അതിനുശേഷം എനിക്ക് അതിൻ്റെ മേലെ ഒരു ചെറിയ ലെയർ എന്ന പോലെ ആ കുക്കിംഗ് ഓയിലും കൂടി ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തോരം ക്വാണ്ടിറ്റി യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈം കിട്ടിയപ്പോൾ തന്നെ എന്ത് സ്മെൽ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ലെയർ എന്ന പോലെ ഈ മുട്ട പൊരിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. ഞാൻ ഒഴിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കുപ്പിയിൽ നിന്ന് എടുത്ത് കമത്തുകയാണ്. അങ്ങനെ കമത്തരുത്. ഒരു ചെറിയ സ്പൂണിൽ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ചെയ്യണ പോലെ അതിൽ കൂടുതലൊന്നും ആക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഫ്ലേവേഴ്സ് ഓൺലൈനിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്തേക്കുന്നത് ഏതാണെന്നൊക്കെ ഓർത്തുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. പലതിനും പല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ എടുത്തേക്കുന്ന ഫ്ലേവറിന് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റും മണമാണ്. നിങ്ങൾക്ക് ഇതില്ലാണ്ട് ഇത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതില്ലാണ്ട് മുട്ട പൊരിക്കാനും ഒന്നും പറ്റില്ല. ഞാനിത് മുട്ട പൊരിക്കൽ മാത്രമായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസിൽ വേറെ ഒരു ഫുഡ് ഐറ്റംസിലും ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ മാക്സിമം ഇത് മേടിക്കാൻ നോക്കട്ടെ. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഓൺലൈനിൽ പോയി തപ്പില്ല. അപ്പോൾ അതേ നിങ്ങൾ സ്പൈസി ചില്ലി ക്രിസ്പ് എന്നൊക്കെ അടിക്കുമ്പോൾ ഒത്തിരി സ്പൈസി ചില്ലി ക്രിസ്പിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് മേടിക്കാൻ നോക്കുക. പിന്നെ അത് മാത്രമല്ലടാ, ഇതിന് ഒത്തിരി വെറൈറ്റീസ് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലതും പിടിക്കില്ല. ഈ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കും കേട്ടോ. കാരണം ഇത് പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു റിച്ച് ടേസ്റ്റ് ഓഫ് സ്മെല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് മേടിച്ച് നോക്കട്ടെ. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഫ്ലേവർ. അപ്പോൾ പാക്കറ്റൊക്കെ ഒന്നും മറക്കരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കറക്റ്റ് കാണാം കേട്ടോ. അതിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടിട്ട് ആഗ്രഹമുള്ളവരൊക്കെ കയറിയിട്ട് മേടിക്കാം. ഇപ്പോൾ ചോറ്റും പാത്രത്തിൽ ചോറങ്ങോട്ട് തയ്യാറാക്കാം. ആക്ച്വലി കുറച്ച് തട്ടിക്കൂട്ട് കറികളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു എഗ്ഗും കൂടി പൊരിച്ചെടുത്തിട്ടോ. അങ്ങനെ എഗ്ഗ് പൊരിച്ചതിന് ശേഷം ഒരു ചോറ്റും പാത്രത്തിൽ ചോറും കൂടി അങ്ങോട്ട് വെച്ചേക്കാം എന്ന് വിചാരിച്ചതാണ്. ആക്ച്വലി കുറേ നാളായിട്ടും അങ്ങനെ ചോറ്റും പാത്രത്തിലൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ രാവിലെ ഞാൻ ഉണ്ടാക്കിയ കറികളിൽ ഒന്നാണ് ചക്കക്കുരു ചീര തോരൻ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ചെടിച്ചട്ടിയിലുണ്ടല്ലോ ഒരു ചീര ഒറ്റയ്ക്ക് ചെറുത് ഇങ്ങനെ മുളച്ച് വെക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ കൈയോടെ പോയിട്ട് അങ്ങോട്ട് പറിച്ചെടുത്തു. അത് കുറേ നാളെ ഇങ്ങനെ പറിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ഇങ്ങനെ ചക്കക്കുരു ഇരുന്നപ്പോൾ ആ ചീര കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്തതാണ്. പിന്നെ ഈ വെച്ചേക്കണത് പരിപ്പ് ചുമ്മാ കുത്തി താളിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങച്ചാറ്, ഇതിൻ്റെ ഷോർട്സ് കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. അപ്പോൾ ആ മാങ്ങച്ചാറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ ഈ 4 കറികളും കൂട്ടിയിട്ട് ഈ ചോറ്റും പാത്രത്തിലേക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കാൻ പോവാണ്. ആദ്യം നല്ല ചൂടൻ ചോറ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കുത്തരി ചോറാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു ചീര തോരനും കൂടി ഇടാണ് കേട്ടോ. ആക്ച്വലി ഇത് രാവിലെ തന്നെ വെച്ച തോരനായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 10-10:30 ആയപ്പോഴാണ് എടുക്കുന്നത്. അപ്പോഴേക്ക് ഈ ചക്കക്കുരു സെറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും ഈ ചക്കക്കുരു തോരൻ വെച്ചാലുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ സെറ്റായി പോകും. ചക്കക്കുരു, ഏത്തക്കായ, ചേന അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് നേരത്തെ തോരനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതൊരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതുപോലെ സെറ്റായി പോകും കേട്ടോ. അതതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഞാനിങ്ങനെ ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പരിപ്പ് കറിയും കൂടി വെച്ചു. ഇപ്പോൾ കടയിൽ ഉള്ളിയൊക്കെ കുത്തി താളിച്ചുണ്ടാക്കിയ ഒരു പരിപ്പ് കറി കേട്ടോ. വേറെ എക്സ്ട്രാ തേങ്ങ അരച്ചോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്തുണ്ടാക്കിയതല്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ടി പരിപ്പ് കറി അതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പ് കറികളിൽ ഒന്നാണ് ഇങ്ങനത്തെ ഒരു കറി കേട്ടോ.
പിന്നെ ഞാൻ ചേർക്കുന്നത് മാങ്ങച്ചാറാണ്. ഈ മാങ്ങച്ചാറിൻ്റെ ഷോർട്സ്, അതായത് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ മാങ്ങച്ചാറിൻ്റെ കാര്യം ഇങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിടാട്ടോ, അത് ഇനി മാങ്ങച്ചാറ് ഇടുമ്പോൾ ഞാനിടാട്ടോ. ആക്ച്വലി ഞാൻ ഇതിന് മുമ്പ് പണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി. അത് വലിയ കാര്യമായിട്ടൊന്നുമല്ല, എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പല ദിവസങ്ങളിൽ മാങ്ങച്ചാറ് ഇടുമ്പോൾ ഞാൻ പല രൂപത്തിലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്, എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഇതേ ചോറ്റും പാത്രത്തിലെ ചോറൊക്കെ സെറ്റാക്കി ഞാനങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ ജോലികളും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഒരു 2-2:30 ഈ പാത്രം വന്ന് അങ്ങോട്ട് തുറക്കുന്ന സീനാട്ടോ മക്കളെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ചോറ്റും പാത്രത്തിലെ ചോറ് കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ചോറ്റും പാത്രത്തിലെ ചോറ് അത്രയും ടേസ്റ്റ് വരില്ല കേട്ടോ. കാരണം ഇന്നത്തെ ചോറ്റും പാത്രത്തിലെ ചോറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇത് എല്ലാവരും ഈ ചോറിട്ടിട്ട് എല്ലാ കറികളും ആ ഒറ്റ പാത്രത്തിൽ ഇങ്ങനെ വയ്ക്കൂലേ. അപ്പോൾ അത് ഉച്ചയ്ക്കൊക്കെ സ്കൂളിൽ ചെന്ന് തുറന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് കേട്ടോ. ആ ടേസ്റ്റൊന്നും ഇന്നത്തെ ചോറ്റും പാത്രത്തിലെ ചോറിനൊന്നും കിട്ടാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം ഏകദേശം കറക്റ്റ് അല്ലേ? എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ചോറ്റും പാത്രത്തിലെ ചോറ് ഇരുന്ന് കഴിക്കാൻ പോകണം മക്കളെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.